രഘുവേട്ടൻ ചെയ്യിക്കുന്നത്. കാര്യം ചോദിച്ചപ്പോ ഇന്ന് രഘുവേട്ടന്റെ മകന്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞു. ജീവന്റെ ബർത്ത്ഡേ ആഘോഷിക്കാനോ? എല്ലാവൻ രഘുവേട്ടനെ കൊണ്ട് ചെയ്യിക്കുന്നതല്ലേ. കോടീശ്വരനായ ജെആറിന്റെ ബർത്ത്ഡേ നടത്തുന്നത് കോടീശ്വരനായ പിതാവ്. അല്ല സുജാതെ, അതൊന്നും ഇവിടെ നടക്കില്ലെന്ന് സുജാതയ്ക്ക് അങ്ങോട്ട് പറഞ്ഞാൽ എന്താ? കാര്യങ്ങളൊക്കെ ശരിയാ, വീടിന്റെ അവകാശവാദങ്ങളൊന്നും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. പക്ഷേ പിറന്നാളിന്റെ പേരിലെ ജീവനെ ഇങ്ങോട്ട് കൊണ്ടുവരാനാണ് ഉദ്ദേശമെങ്കില്, അല്ല സുജാതെ, എനിക്ക് മറുത്തു പറയേണ്ടി വരും. കാല് കുത്തിക്കേല എന്ന് പറഞ്ഞാൽ കാല് കുത്തിക്കേല. അമ്മാവ ഒന്നും പ്രതീക്ഷിക്കാതെയാണോ അവരിങ്ങനെ ഒരു തീരുമാനം എടുത്തത്? അവർക്കറിയാം നമ്മൾ സംസാരിക്കുമെന്നുള്ളത്. ചിലപ്പോ ഏതെങ്കിലും രീതിയിലുള്ള ആക്ഷൻ എടുക്കുമെന്നും അറിയാം. അതിനെ പ്രതിരോധിക്കാനേ അവർക്ക് അവരുടെ കമ്പനി നിയമങ്ങളും ഉണ്ട്. എന്ന് പറഞ്ഞ എങ്ങനെയാടാ നമ്മള് 2 പ്രാവശ്യം ഇറക്കി വിട്ട ഒരുത്തൻ നമ്മുടെ മുന്നില് തിരിച്ചേറി വന്ന? അമ്മാവ ഇന്ന് നമ്മളിത് തടഞ്ഞാൽ ഇന്ന് രാത്രി അവര് നമ്മൾ ഇവിടെ നിന്ന് ഇറക്കും. അതാ ഈ ബർത്ത്ഡേ കൊണ്ടുള്ള ഒരു പ്ലാനിങ്. അവരച്ഛനും മോനും കൂടി എന്താന്ന് വെച്ചാ ചെയ്തോട്ടെ രാമകൃഷ്ണേട്ട. എനിക്ക് അങ്ങോട്ട് പോവാൻ വയ്യ, എനിക്കൊന്നും കാണാനും വയ്യ. അച്ഛനും ഇത്രയ്ക്കും ക്രൂരതയോടെ പെരുമാറാൻ കഴിയുമെന്ന് ഞാൻ അറിഞ്ഞില്ലമ്മേ. ഞാൻ പറഞ്ഞില്ലേ നിന്നോട്, മനുഷ്യന്റെ സ്വഭാവം മാറ്റാൻ പണത്തിനേക്കാൾ മറ്റൊന്നിനും സാധിക്കില്ല. അങ്കിളിന്റെ നേട്ടം കാണുന്നുണ്ടാവും. അതിന് അങ്കിളിന് ഇതൊക്കെ ആവശ്യമായിരിക്കും. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അവനെ നമ്മൾ ഇറക്കി വിട്ടപ്പോ അവൻ നമ്മളെ വെല്ലുവിളിച്ചത്? ഈ വീട്ടിൽ നിന്ന് നിങ്ങളെ അടിച്ചിറക്കാനുള്ള അധികാരം എനിക്കുണ്ട്. പക്ഷെ അത് ഞാൻ പ്രയോഗിക്കുന്നില്ല. എനിക്കിവിടെ ഈ വീടിനകത്ത് തന്നെ താമസിക്കണം. ഇനി ഒരിക്കൽ ഞാൻ അതിനുവേണ്ടി വരുന്നത് ഈ വീടിനകത്തുള്ളവരുടെ ക്ഷണം അനുസരിച്ചായിരിക്കും.